എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ നിലമ്പൂർ പോയപ്പോൾ വിസിറ്റ് ചെയ്ത ഒരു സ്ഥലമാണ് കനോലിസ് പ്ലോട്ട്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ടീക്ക് പ്ലാന്റേഷൻ ഏരിയയാണ്, എസ്റ്റേറ്റാണ്. ഇത് ഹെൻറി വാലന്റൈൻ കനോലി എന്ന് പറയുന്ന അന്നത്തെ മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒഫീഷ്യൽ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു കനോലീസ് പ്ലോട്ട് എന്ന് ഇതിന് നാമകരണം ചെയ്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നത് നല്ല വെയിലുള്ള സമയത്താണ്. മഴക്കാലത്താണ് വരുന്നതെങ്കിൽ കുറച്ചും കൂടെ ഹരിതാഭമായിരിക്കും, ഇതൊക്കെ നല്ല പച്ചപ്പുണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു കാണാൻ. ഇപ്പോൾ നമ്മൾ നല്ല വെയിലത്താണ് നമ്മൾ വന്നത്. പക്ഷേ നല്ല തണലുണ്ട്, തേക്ക് മരങ്ങൾ നിറയെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണലുണ്ട്. അതുകൊണ്ട് തന്നെ നടക്കാൻ അത്ര പ്രയാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഇതാണ് എൻട്രൻസ് കേട്ടോ. അപ്പോൾ നമ്മൾ എൻട്രൻസിൽ കൂടിയല്ല ആദ്യം കയറിയത്, വേറൊരു വഴി കൂടിയാണ് നമുക്ക് കയറാൻ പറ്റിയത്. നമ്മൾ വണ്ടി പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് നമ്മളിങ്ങോട്ട് കടന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അവർ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അതിന് ശേഷം നമ്മളത് നടന്ന് കാണാൻ തുടങ്ങി. സൈഡിലൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അതിന് നനയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ സ്കേസിറ്റി ആണോ എന്താണെന്ന് അറിയില്ല. അടുത്ത് തന്നെ പുഴയുണ്ട്, വെള്ളത്തിൻ്റെ സ്കേസിറ്റി ഉണ്ടാവാൻ വഴിയില്ല. പക്ഷേ ഒക്കെ ഉണങ്ങി വരണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് തോട്ടമൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ, കുറച്ച് ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെയുള്ള വെച്ച് പിടിപ്പിച്ചാൽ നന്നായിരിക്കും തോന്നി ഞങ്ങൾക്ക്. ഒരു വരണ്ട പ്രതീതിയായിരുന്നു. ഒരു പക്ഷേ ഇത് വേനൽക്കാലം ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ അതിലൂടെ ഇങ്ങനെ നടന്നു. ഇവിടെ പണ്ടത്തെ ഫാക്ടറിയുടെ, അതായത് വുഡ് ഫാക്ടറിയുടെ ഒക്കെ ഒരു ശേഷിപ്പുകൾ ഇവിടെ കാണാൻ കഴിഞ്ഞു. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള വെനീർ ഫാക്ടറിയുടെയും അതുപോലെ വുഡ് പ്രോസസ്സിങ് യൂണിറ്റിൻ്റെയും ഒക്കെ, അതുപോലെ ഭക്ഷണം കഴിക്കുന്ന ക്യാൻറ്റീന്, അങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ശേഷിപ്പുകൾ അവിടെ കാണാൻ കഴിഞ്ഞു. ഇടിഞ്ഞു പൊളിഞ്ഞ് ബിൽഡിങ്ങൊക്കെ അവിടെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മ്യൂസിയം പോലെ മാത്രമേ നമുക്കത് കാണാൻ കഴിഞ്ഞുള്ളൂ. ഇതൊക്കെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നാവുമായിരുന്നു എന്ന് നമുക്കൊക്കെ അഭിപ്രായം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊന്നും ഉപയോഗിക്കാത്തതെന്ന് നമുക്കറിയില്ല. ഈ ഒരു ബിൽഡിങ്ങൊക്കെ കണ്ട് ഞാൻ ഉള്ളിലേക്ക് പോയി നോക്കി. വളരെ വിശാലമായിട്ടുള്ള ബിൽഡിങ്ങാണ്. ചിലപ്പോൾ ബിൽഡിങ് അൺഫിറ്റ് ആയതുകൊണ്ടായിരിക്കാം, പഴയ കൺസ്ട്രക്ഷനാണ്. ചിലപ്പോൾ ബിൽഡിംഗ് അത്ര ഫിറ്റായിരിക്കില്ല, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ഇതിനെ പുനരുപയോഗം ചെയ്യാത്തത്. പക്ഷേ അങ്ങനെ ഞങ്ങൾ കുറച്ചങ്ങനെ നടന്നു. സൈഡിലൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും വേണ്ടത്ര മെയിൻ്റനൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഭംഗിയായിട്ട് കാണാൻ കഴിഞ്ഞില്ല. അതുപോലെ നക്ഷത്രവനം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും ഒക്കെ ഉണങ്ങി വരണ്ട് ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എങ്കിലും കുഴപ്പമില്ല. നമുക്കിങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ തണലത്തൂടെ നടക്കാം. വലിയ വെയിലുണ്ടായിരുന്നില്ല, മരങ്ങളുടെ തണലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നടക്കാനൊന്നും. മഴക്കാലത്ത് വരികയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ നല്ല പച്ചപ്പായിരിക്കും, കാണാനും നല്ല ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ വളരെ വണ്ണമുള്ള, വളരെ വലിപ്പമുള്ള തേക്ക് മരങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു ഇഷ്ടം പോലെ. പിന്നെ ഇവിടെ ചാലിയാർ പുഴ തൊട്ടടുത്തുകൂടെയാണ് ഒഴുകുന്നത്. മറ്റൊരു പുഴ, കുതിരപ്പുഴ, അതും ചാലിയാറും കൂടെ തമ്മിൽ വന്ന് യോജിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണത്. അപ്പോൾ ഈ ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ കണ്ടില്ലേ, പെയിൻറ്റിങ്ങൊന്നുമില്ല, ആകെ നശിച്ച ഒരു നിലയിലാണ് കാണപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ നടന്നു. കുറച്ച് ദൂരം പോയപ്പോൾ നമുക്ക് ചാലിയാറും അതുപോലെ കുതിരപ്പുഴയും കൂടെ യോജിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ ഒരു സംഗമസ്ഥാനം.
അവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ ഇൻ്റർനെറ്റിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഈ തൂക്കുപാലം ഉണ്ട് എന്നൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നിട്ടാണ് നമ്മളിത് കാണാൻ പോയത്. പക്ഷേ അവിടെ തൂക്കുപാലമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ കൗണ്ടറിൽ വന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഒരു ജങ്കാർ സർവീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ജങ്കാർ സർവീസ് അന്നേരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്കതിലും കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങളിതൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടു. അവിടെ ഒരുപാട് പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും ഉണങ്ങി വരണ്ട് കിടക്കണം. അതുകൊണ്ട് തന്നെ കാണാൻ അത്ര ഒരു ടൂറിസ്റ്റുകൾക്ക് ഈ കാലത്ത്, അതായത് വേനൽക്കാലത്ത് അത്രയൊന്നും ഒരു ആകർഷണമുള്ള ഒരു സ്ഥലമായിരിക്കില്ല ഈ ഒരു കനോലീസ് പ്ലോട്ട്. ഇത് മഴക്കാലത്ത് വരികയാണെങ്കിൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ മാസങ്ങളിൽ വരികയാണെങ്കിൽ നല്ല പച്ചപ്പായിരിക്കും. ഹരിതാപമായിട്ടുള്ള കാഴ്ച തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതുപോലെ പുഴയിലും നന്നായിട്ട് വെള്ളം ഉണ്ടാവും, ഒഴുക്കുണ്ടാവും, നല്ല ഒരു സീനറിയൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ അത് അത്രത്തോളം ഭംഗിയൊന്നും തോന്നിയില്ല, ഉണങ്ങി വരണ്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ വലിയ തേക്ക് മരങ്ങളുണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ കാഴ്ച കാര്യമായിട്ട്. ഇപ്പം ജങ്കാർ സർവീസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ആ തൂക്കുപാലമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ആദ്യം നടന്നു പോയ ആൾക്കാരൊക്കെ തിരിച്ച് നടക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഞങ്ങൾ പുഴയ്ക്കരികിലേക്ക് ഇങ്ങനെ നടന്നു. അപ്പോൾ അവിടെ ഈ ഇലക്ട്രിക് വേലി ഇങ്ങനെ തൂക്കിയിട്ടത് കണ്ടു. ചെറുതായിട്ട് ചെറിയ വയറുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. മൃഗങ്ങൾ കയറി വരാതിരിക്കാനാണെന്ന് തോന്നുന്നു. ആനയൊക്കെ കയറി വരുമല്ലോ, പുഴ നീന്തി കടന്ന് വരുമല്ലോ, അതുകൊണ്ടായിരിക്കും. പുഴയ്ക്കപ്പുറത്ത് നല്ല കാട് തന്നെയാണ്. അപ്പോൾ ഇതാണ് ചാലിയാർ പുഴയുടെ ആ ഒരു തീരം. ഇത് വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. ചാലിയാർ പുഴയുടെ ആ ഒരു സീൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കാണാൻ. അവിടെ ഇങ്ങനെ കുറേ സമയം ഇരിക്കാനൊക്കെ നല്ല രസമായിരിക്കും. ഇതാ കണ്ടില്ലേ, ഇതാണ് ഇലക്ട്രിക് വേലി. അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് നമ്മുടെ മേലൊന്നും തട്ടിയില്ല. ഞങ്ങൾ പിടിച്ചു നോക്കി, പക്ഷേ അതിലിപ്പോൾ കറണ്ടില്ല. ചിലപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോഴായിരിക്കും അതിനകത്തേക്ക് സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ എന്നാലും ചെറിയ വോൾട്ടേജ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ചാലിയാർ പുഴയുടെ അടുത്തേക്ക് പോവുകയാണ്. ഇത് നല്ല സൈറ്റാണ് കേട്ടോ. ചാലിയാർ പുഴയുടെ ഈ ഒരു സൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈറ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി പോകാം. അവിടെയും ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട് അവർ. അതിനപ്പുറം പോകാനുള്ള അനുമതിയില്ല ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഈ പുഴയോരത്തെ കാഴ്ച എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഒരു ഫ്രീ ബേർഡ്സിൻ്റെ പാട്ടൊക്കെ പാടി കേട്ടോളൂ. അപ്പോൾ ഞങ്ങളുടെ മാലതി ടീച്ചർ എഴുതി തയ്യാറാക്കിയ പാട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അത് അവിടുന്ന് പാട്ടൊക്കെ പാടി, അത് കഴിഞ്ഞ് ഞങ്ങൾ ഊഞ്ഞാലാടി അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ നോക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും കാണാനില്ല അവിടെ. തൂക്കുപാലമില്ല. ജങ്കാർ സർവീസിൽ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജങ്കാർ സർവീസ് ഉണ്ടെന്ന് പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ നോക്കുകയാണ്. അപ്പോൾ നേരത്തെ വന്ന ആൾക്കാരോടൊക്കെ ഞങ്ങൾ ചോദിച്ചു. കുറേ വഴി ഇനിയും നടക്കാനുണ്ട്, പക്ഷേ അവിടേക്ക് നമ്മൾ നടന്നില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേർക്കൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു തേക്കുമരം കണ്ടോ, എന്തൊരു വണ്ണമാണ്. അപ്പോൾ ആ അതിൻ്റെ വണ്ണം കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. നല്ല വലിയ തേക്കാണ് കേട്ടോ. അതിനകത്തൊരു പൊത്തൊക്കെ ഉണ്ട്. എന്തോ ഭാഗ്യത്തിന് പാമ്പൊന്നും കടിച്ചില്ല. അപ്പോൾ അതിനെയൊക്കെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇതാണ് ചാലിയാറിൻ്റെയൊക്കെ ദൃശ്യം കേട്ടോ. അപ്പോൾ കുറച്ച് സ്റ്റിൽസും കൂടെ കണ്ടോളൂ. നല്ല ഫോട്ടോസ് കുറച്ചുണ്ട്. അപ്പോൾ ഇതും കൂടെ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ ഒരു കനോലീസ് പ്ലോട്ട് കാണാൻ അല്ലെങ്കിൽ നിലമ്പൂർ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ വരികയാണെങ്കിൽ ഈ കനോലീസ് പ്ലോട്ടൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് വരണം കേട്ടോ. മഴക്കാലത്ത് മീൻസ് വലിയ മഴ കഴിഞ്ഞിട്ടുള്ള സമയത്ത്, അതായത് ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആ ഒരു കാലഘട്ടത്തിൽ വരികയാണെങ്കിൽ വളരെ ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. അല്ലാതെ ഇപ്പോൾ വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല കാണാൻ.
കാരണം കുറേ പഴയ ബിൽഡിങ്ങും പിന്നെ ഈ പുഴയോരവും അതാണ് കാര്യമായിട്ട് കാണാനുള്ളത്. പിന്നെ കുറേ തേക്ക് പ്ലാന്റേഷൻ ഉണ്ട്, ഇല്ല എന്നല്ല പറയണത്, പക്ഷേ എങ്കിലും ആ ഒരു ഗ്രീനറി ഉണ്ടാവില്ല. ഒക്കെ ഉണങ്ങി വരണ്ട് കിടക്കുന്ന സ്ഥലമായിരിക്കും നമുക്ക് കാണാനുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യില്ല. ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വന്ന ഒരു എക്കോ ടൂറിസം സെൻറ്ററിൽ വന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടില്ല. അതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു സെപ്റ്റംബർ ടു നവംബർ കാലഘട്ടത്തിൽ, ഡിസംബർ കാലഘട്ടത്തിൽ വന്നാൽ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ചു പോരാൻ നോക്കുകയാണ്. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഇത് ഞാനൊരു കോലുമുട്ടായി തിന്നുന്നതാണ് കേട്ടോ. ഇവരാരോ എടുത്ത ഫോട്ടോ ആണ്.